ലോകത്തെ യുദ്ധഭീതിയിലാക്കി ഇറാനിൽ ഇസ്രായേലിന്റെ ആക്രമണം. സൈനിക ആണവ കേന്ദ്രങ്ങളിലെ വ്യോമാക്രമണത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു. ഇസ്രായേൽ കഠിന ശിക്ഷ അനുഭവിക്കുമെന്നായിരുന്നു ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ മുന്നറിയിപ്പ്. ഇസ്രായേലിലേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണം തുടങ്ങി എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനെ ലക്ഷ്യമിട്ട് പുലർച്ചെ ഇസ്രായേൽ വ്യോമാക്രമണം. ആണവ കേന്ദ്രം, സൈനിക ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞർ എന്നിവരെ ലക്ഷ്യമിട്ട് 12 ഇടങ്ങളിലാണ് 200ഓളം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം. ഇറാന്റെ അഭിമാനമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ഹൊസൈൻ സലാമി, സായുധ സേനാ തലവൻ മേജർ ജനറൽ മുഹമ്മദ് ബഗേരി, സൈനിക തലസ്ഥാനത്തിന്റെ ചുമതലക്കാരൻ ഗുലാം അലി റാഷിദ് എന്നിവരാണ് കൊല്ലപ്പെട്ട പ്രധാന സൈനിക ഉദ്യോഗസ്ഥർ. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായിരുന്ന കാസിം സൊലൈമാനി കൊല്ലപ്പെട്ട ശേഷം ഇറാൻ നേരിട്ട വലിയ തിരിച്ചടിയാണിത്. റൈസിംഗ് ലയൺ എന്ന പേരിലായിരുന്നു ഇസ്രായേലിന്റെ ഓപ്പറേഷൻ. നടാൽസിലെ ആണവ കേന്ദ്രം ആക്രമണത്തിൽ തകർന്നെന്നാണ് റിപ്പോർട്ട്. നിലയത്തിൽ നിന്ന് ആണവ ചോർച്ചയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. ആണവ ശാസ്ത്രജ്ഞൻ ഫരീദുൽ അബ്ബാസി, അമേരിക്കയുമായി ആണവ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന അലി ഷംഖാനി എന്നിവരും കൊല്ലപ്പെട്ടു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ ഉപദേശകനാണ് അലി ഷംഖാനി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് ഇറാന്റെ പ്രതികരണം. ഇസ്രായേലിന് കഠിന ശിക്ഷ നൽകുമെന്നാണ് ആയത്തുള്ള ഖൊമേനിയുടെ മുന്നറിയിപ്പ്. ഇസ്രായേലിലേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക് 24.